ഒരു ചാനലിൽ നിന്ന് കോള് വരുന്നതും ലിസ്റ്റിൻ സ്റ്റീഫൻ കോളിൽ ലൈനിലുണ്ട്, ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞത് ഞാൻ ആ ബുർഖ ഇട്ട് പോയത് ഒരു കോമഡി പീസായിട്ടാണ് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇതിന് ഉത്തരം പറയേണ്ടത് ആൾ ഞാനല്ല, ഇതിന് ഉത്തരം പറയേണ്ടത് ഷീല ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അപ്പോൾ അവരവരുടെ വിഷമം ഷെയർ ചെയ്തു. അതായത് നമ്മളെല്ലാവരും ഇരുന്നൊരു സഭയിൽ എല്ലാവരും ഉണ്ട്, ഓഫീസ് ബെയറേഴ്സ് എല്ലാവരും ഇരുന്നൊരു സഭയിൽ വെച്ചിട്ട് ലിസ്റ്റിൻ അവരോട് വളരെ മോശമായിട്ട് പെരുമാറിയെന്ന് വെച്ചാൽ അവരവരുടെ ഒരു പെയിൻ പറയുകയാണ്, അവരുടെ ഒരു വിഷമം പറയുകയാണ്. മറ്റൊരു നിർമ്മാതാവ് അസോസിയേഷൻ്റെ ജനറൽ ബോഡി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ഒരു ലിഫ്റ്റ് ചോദിച്ച് വണ്ടിയിൽ കയറി അവസാനം അവരെ വണ്ടിയിൽ വെച്ച് അവരെ പിടിച്ച ഷോക്കിൽ ഒരു സുഹൃത്താണ് കയറി പിടിച്ചത്. അപ്പം ഏതൊരു സ്ത്രീയും ഷോക്കായി പോവും. അപ്പം തന്നെ അയാളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുകയും ഇവർ വീട് വരെ ആലപ്പുഴ വരെ കരഞ്ഞ് നിലവിളിച്ച് കാറിക്കൊണ്ടാണ് വീട് വരെ പോയെന്ന് അത്രയും ടെറിഫൈങ് ആയിട്ടുള്ള ഒരു അനുഭവം അവർ പറയുകയാണ്. ആ ഒരു കംപ്ലൈൻ്റ് ആയിട്ടല്ല പറയണേ, പക്ഷെ എന്നാൽ പോലും എനിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ലിസ്റ്റും പറയാണ് അത് മിക്കവാറും ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തായിരിക്കും പുള്ളി എന്ന് കാഷ്വലായിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അതിനെല്ലാവരും കൂടെ വട്ടം ഇരുന്ന് ചിരിച്ചു, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞത്. അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അത് എങ്ങനെയാണ് ലിസ്റ്റിന് പറയാൻ സാധിച്ചതെന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലിസ്റ്റിന് പിന്നെ ഉത്തരവില്ലാണ്ടായി പറയാനായിട്ട്. കാര്യം അത്രയും മോശമായിട്ട് പിടിച്ച ആളേക്കാൾ മ്ലേച്ഛമായിട്ടാണ് ലിസ്റ്റിൻ പെരുമാറിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ട്രഷറർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഇത്രയും മോശമായിട്ടൊരു സ്ത്രീയോട് സംസാരിച്ചത്. അപ്പം ഇതിന് ശേഷം ലിസ്റ്റിൻ അവരെ പോയി പേഴ്സണലി കാണുകയും അവരോട് പറയുകയാണ്, ചേച്ചി ഒരിക്കലും സാൻഡ്രയുമായി കൂട്ടുകൂടരുത്, ചേച്ചിക്ക് പറ്റിയ കൂട്ടല്ല സാൻഡ്ര, പിന്നെ ചേച്ചിക്കൊരു ഫാമിലി ഉള്ളതല്ലേ, അവരെ മാനസികമായി തകർക്കാൻ ചേച്ചിക്കൊരു ഫാമിലി ഉള്ളതല്ലേ, ചേച്ചിക്കൊരു മകനുള്ളതല്ലേ, ആ മകൻ ഇത് കേട്ടാൽ എന്ത് വിചാരിക്കും, ചേച്ചിയെ പറ്റി എന്ത് മോശമായിട്ട് വിചാരിക്കും. അപ്പം അവർ ചോദിച്ചു, അയാൾ എന്നെ കയറി പിടിച്ചതിന് അയാളല്ലേ നാണം കേടേണ്ട, അല്ലാതെ ഞാനല്ലല്ലോ, ഞാനവിടെ എന്ത് തെറ്റ് ചെയ്തു, മനസ്സിലായോ? അപ്പം അവരെ പോയി എന്നിട്ട് പറയാണ്, ചേച്ചി ഞാൻ ഓർത്തു ചേച്ചിയുടെ കയ്യിലാണ് കയറി പിടിച്ചതെന്ന്, ശരിക്കും ചേച്ചിയുടെ എവിടെയാണ് കയറി പിടിച്ചതെന്ന്. അപ്പം അവർ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു, ലിസ്റ്റിനെ എൻ്റെ ഇവിടെയാണ് പിടിച്ചത്, ഇനി ലിസ്റ്റിനൊരു കൺഫ്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ അപ്പം ഞാൻ ആലോചിക്കും, എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണല്ലോ അവർ ഈ സഫർ, അവർ കംപ്ലൈൻ്റ് ആയിട്ടോ കേസായിട്ടോ ഒന്നും പോയ ഒരാളല്ല, അവർ ഈ ടോർച്ചറിന് നിന്ന് കൊടുക്കേണ്ടി വന്നത് എൻ്റെ കൂടെ നിന്നതിൻ്റെ പേരിലാണല്ലോ എന്നോർത്ത് ഞാൻ തളർന്നു. അത് ശരിയാ, അവിടെ ഞാനൊന്ന് വീക്കായി, എനിക്ക് വിഷമം വന്നുപോയി, ഞാൻ കാരണമാണല്ലോ അവർക്കിത് പറ്റി.